YG അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. പതിയെ അങ്ങനെ ഒരു സ്റ്റെപ്പ് മുന്നിൽ വെച്ച് അങ്ങനെ പതിയെ സൂക്ഷിച്ച് പതുക്കെ ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി. എന്തായാലും ഏട്ടത്തിയുടെ മോള് പുതിയ ജീവിതത്തിലേക്ക് പിച്ച വെച്ചല്ലോ. ഇനിയാ ആ ചതിയൻ ചെന്നായ കഥ അറിയാതെ ആട്ടം കാണാൻ പോകുന്നത്. ഇന്ന് ഇത്രയും മതി. പതിയെ പതിയെ 10 ചുവട് വീതം നടക്കാം. എന്താടാ ചുമ്മാ? എന്തോന്ന് ചുമ്മാ? ഒരു മുറിയിലേക്ക് കയറി വരുമ്പോ വാതിൽ തട്ടിയിട്ട് വരാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലേ? അങ്ങനെ വന്ന കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ? കള്ളത്തരോ? എന്ത് കള്ളത്തരം? നിത്യ നടന്നു അല്ലേ? നീ രാവിലെ തന്നെ പൂസാണോടാ? 10 ചുവട് നടന്നു എന്ന് പറയുന്നത് കേട്ടു. ആഹോ, അത്രയും പിടിച്ചെടുത്തോ? 10 ചുവട് നടത്തും എന്നാ സുഹൃത്തെ പറഞ്ഞത്? ഓ എന്ന്. ഇത്തിരി മണ്ണ് പറ്റിയതുപോലെയുണ്ട്. നിനക്ക് ഭ്രാന്തുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് ന്യൂസ് ഇത്തിരി കൂടുതലല്ലേ? അവൻ പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുന്നു. മണൽത്തരി കണ്ടുപിടിച്ച പോലും. ഞാനും നിത്യക്കുട്ടിയും കൂടി രാജസ്ഥാൻ മരുഭൂമി കൂടി നടക്കുമായിരുന്നു. രാജസ്ഥാൻ മരുഭൂമിയാണോ ഥാർ മരുഭൂമിയാണോ എന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തായാലും ഒരു കള്ളവും ഒരുപാട് കാലം ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ ആർക്കും ആവില്ലല്ലോ. അത് കറക്റ്റാ. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണല്ലോ നീ. നീ ഒന്ന് ഇറങ്ങിപ്പോയേ. നിത്യമോളൊന്ന് ഉറങ്ങിക്കോട്ടെ. നിത്യമോൾ ഉറങ്ങണമെന്നാ എന്റെ ആഗ്രഹം എന്നേക്കുമായി. ഓക്കെ നിത്യമോളെ, റെസ്റ്റ് ഇൻ പീസേ. ഞാനേ എന്റെ അമ്മേ, ഈ ദേവികേട്ടത്തിയുടെ ഭാവി അമ്മായിമ്മേ ഒന്ന് കണ്ടിട്ട് വരാ.